قولي رب زدنا علما أجمعين رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മൾ ഓപ്പോസിറ്റ്സ് ഇല്ലാത്ത സിഫയിൽ അടുത്തത് നെക്സ്റ്റ് മൂന്നാമത്തത് എന്താ നോക്കുക, അല്ലീൻ. ഓക്കെ, അല്ലീൻ. ലീൻ എന്ന് പറഞ്ഞാൽ അനായാസം അല്ലെങ്കിൽ സോഫ്റ്റ്നെസ്, ഈസിലി എളുപ്പത്തിൽ പറയാൻ പറ്റിയ, അനായാസം പറയാൻ പറ്റിയ അക്ഷരങ്ങൾ. ലീൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? സുക്കൂനുള്ള വാവും സുക്കൂനുള്ള യാവും, അതിൻ്റെ മുന്നേ ഫത്ഹ വന്നാൽ. ഓക്കെ, ഫത്ഹയ്ക്ക് ശേഷം, അതായത് ഫത്ഹയ്ക്ക് ശേഷം സുക്കൂനുള്ള വാവോ സുക്കൂനുള്ള യാവോ വന്നാൽ അതിനെന്താ പറയുക? ലീനിൻ്റെ വാവ്, ലീനിൻ്റെ യാ, അങ്ങനെയാണ് പറയാം. ഓക്കെ, പിന്നെ വാവും യാവും അവയുടെ മഹ്റജിൽ നിന്ന് അനായാസം വരുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. അപ്പം ബിക്കോസ് ഓഫ് ദിയർ ഈസി ഫ്ലോ ത്രൂ ദ ആർട്ടിക്കുലേഷൻ പോയിന്റ്. അപ്പോൾ ഇങ്ങനെ വരുമ്പം അവ ഈസി ആയിട്ട് ഒന്നും കൂടി എളുപ്പത്തിൽ പറയാൻ പറ്റും. അവൾക്കൊരു സോഫ്റ്റ്നെസ് വരുന്നുണ്ട്, ഒരു മാർദ്ദവം വരുന്നുണ്ട്. പിന്നെ ഉദാഹരണങ്ങൾ നോക്കാം. എന്താണ് ഇവിടെ ഒന്നാമത്തെ ഉദാഹരണം? അലൈഹിം, അലൈഹിം. ഓക്കെ, ഇവിടെ എന്താ വന്നത്? യാ സുക്കൂൻ്റെ മുന്നേ ഫത്ഹ ഉള്ള ഒരു അക്ഷരം വന്നു അല്ലേ? അപ്പം അതെന്താണ്? ലീൻ്റെ യാ ആയിട്ട് മാറി. അലൈഹിം. ഓക്കെ, ബൈന, ബൈന. അത് പിന്നെ അടുത്ത ഉദാഹരണം ലൈലതൻ, ലൈലതൻ. ഓക്കെ, അതൊക്കെ യാൻ്റെ ഉദാഹരണമായിരുന്നു. ഇനി വാവിൻ്റെ സുക്കൂനുള്ള വാവിൻ്റെ മുന്നേ അത് ഫത്ഹുള്ള അക്ഷരം വന്ന് അതിൻ്റെ എന്താണ്? അഫൗന. ഓക്കെ, അഫൗന. ഖൗഫ്. ഓക്കെ, ഖൗഫ്. ഓക്കെ, അതൊക്കെ എന്താണ്? ലീൻ്റെ വാവ്, ലീൻ്റെ യാ. എന്താണ്? സുക്കൂനുള്ള വാവ് അല്ലെങ്കിൽ യാ, അതിൻ്റെ മുന്നേ ഫത്ഹുള്ള അക്ഷരം വന്നാൽ എന്താണ്? അത് ലീൻ്റെ വാവ് അല്ലെ ലീൻ്റെ യാ എന്നാ പറയാം. അപ്പോൾ ഉച്ചരിക്കുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ വാവും യാവും ഉച്ചരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഈസിനെസ് വരുന്നുണ്ട്, അനായാസം ഉച്ചരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ അക്ഷരത്തിന് ഈ സിഫ പ്രത്യേകം എടുത്ത് പറയപ്പെട്ടിട്ടുള്ളത്, അല്ലീൻ. ഓക്കെ, പിന്നെ ഇനി അടുത്തത് നോക്കാം. അടുത്ത സിഫ എന്താണ്? അൽ ഇൻഹിറാഫ്. അൽ ഇൻഹിറാഫിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ലാമ്, റോ. ഇൻഹിറാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യതിചലനം, വ്യതിചലനം അല്ലെങ്കിൽ ഡ്രിഫ്റ്റിംഗ് ഓഫ് സൗണ്ട്. ഓക്കെ, വ്യതിചലനം. അത് എന്താന്ന് നോക്കാം. ഇൻഹിറാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഹ്റജ് അടയുന്നത് കൊണ്ടുണ്ടാകുന്ന തടസ്സം കാരണം ശബ്ദത്തിൻ്റെ വഴിയിൽ ഉണ്ടാകുന്ന വ്യതിചലനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അക്ഷരങ്ങൾ ലാമും റോയും. ഇനി ലാമിൻ്റെ ഇൻഹിറാഫ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ലാമിൻ്റെ മഹ്റജ് നമുക്കറിയാം അല്ലേ? ഇവിടെ ഹാഫത്തുൽ ലിസാൻ്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ്. അൽ, അൽ എന്ന് പറയുമ്പോൾ നാവിൻ്റെ കുറേ ഭാഗങ്ങളും മുകളിൽ, നാവിൻ്റെ ബോർഡർ മുകളിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ സൗണ്ട് ആ ഭാഗത്തൂടെ പുറത്തേക്ക് വരാൻ പറ്റില്ല, പകരം സൈഡിൽ കൂടാണ് സൗണ്ട് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യുന്നത്. ഈ ആറോ മാർക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. സൗണ്ടിന് പിന്നെ പുറത്തേക്ക് കടക്കാനുള്ള വഴി ഏതാണ്? ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഇൻഹിറാഫായിട്ട് വ്യതിചലിച്ചിട്ട് ആണ് സൗണ്ട് പുറത്തേക്ക് കടക്കുന്നത്. ഓക്കെ, കാരണം മഹ്റജ് അവിടെ അങ്ങനെ മുന്നിൽ മഹ്റജിൻ്റെ അവിടെ അങ്ങനെ ബ്ലോക്കാണ്. ഓക്കെ, അപ്പോൾ സൈഡിലേക്ക് തെറ്റിയിട്ടാണ് സൗണ്ട് പുറത്തേക്ക് വരുന്നത്. അതാണ് ലാമിൻ്റെ ഇൻഹിറാഫ്. ഇനി റോൻ്റെ ഇൻഹിറാഫ് എങ്ങനെയാണെന്ന് നോക്കാം. റോൻ്റെ ഇൻഹിറാഫ് എന്ന് പറയുമ്പോൾ മഹ്റജിൽ പിന്നെ എന്താണ്? ഈ പച്ച കളർ കാണുന്ന ഭാഗങ്ങൾ മുകളിലിങ്ങനെ പറ്റി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലുള്ളൊരു നേരെ ഗ്യാപ്പിൽ കൂടാണ് സൗണ്ട് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് വ്യതിചലിച്ചിട്ട് പുറത്തേക്ക് കടക്കുന്നത്, ശബ്ദം പുറത്തേക്ക് കടക്കുന്നത് ഈ ഒരു നേരെ ഗ്യാപ്പിൽ കൂടെ. ഈ ആറോ മാർക്ക് കണ്ടാൽ നോക്കാം. റോ, റോ ഒരു നേരെ ഗ്യാപ്പിൽ കൂടാണ് അതുകൊണ്ടാണ് ആ ഒരു നാവിനൊരു പിടക്കൽ വരുന്നത്, ഗ്യാപ്പ് കുറവായതുകൊണ്ട്. അപ്പോൾ ഒരു നേരെ ഒരു ഗ്യാപ്പിൽ കൂടെ ശബ്ദം പുറത്ത് കിടക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ഇൻഹറാഫ് മനസ്സിലാക്കുക. ലാമിൻ്റെത് എങ്ങനെയാണ്? ഇങ്ങനെ സൈഡിൽ കൂടാണ്
ശബ്ദം പുറത്തേക്ക് കടക്കുന്നത്, എസ്കേപ്പ് ചെയ്യുന്നത്. റോൻ്റെ ശബ്ദം എങ്ങനെ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യുന്നത്? നാവിൻ്റെ മുന്നിലുള്ള ഒരു നേരൊരു ഗ്യാപ്പിൽ കൂടെ. ഓക്കെ, ഇൻഹിറോഫ് സൗണ്ട് ഇങ്ങനെ വ്യതിചലിച്ചിട്ട് ആ ഒരു നേരെ ഗ്യാപ്പിൽ കൂടെയാണ് പുറത്തേക്ക് കടക്കുന്നത്. അപ്പോൾ അതായിരുന്നു ഇൻഹിറോഫ്. ഇനി അഞ്ചാമത്തെ സിഫ തഖ്രീർ, ആവർത്തിക്കൽ. തഖ്രീറിൻ്റെ അക്ഷരം ഏതാണ്? ഒറ്റ അക്ഷരമുള്ളൂ, റോ. മഖ്റജിൻ്റെ മുറുക്കം കാരണം റോ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം വിറക്കുന്നതിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയായ രീതിയിൽ ഉച്ചരിച്ചാൽ വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഇതുണ്ടാവുകയുള്ളൂ. മഖ്റജിൽ കൂടുതൽ ശക്തിയായി അമർത്തുന്നത് റോൻ്റെ ശബ്ദം ആവർത്തിക്കാൻ കാരണമാകും. അത് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് റോൻ്റെ മഖ്റജ് എന്താണ്? അവിടെ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ അല്ല, നേരെ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് ശബ്ദം വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഒരു ഗ്യാപ്പിൽ കൂടെ വരുന്നത് കൊണ്ടാണ് എന്നുള്ള ആ ഒരു പിടക്കൽ വരുന്നത്. അപ്പോൾ ശരിക്കും റോക്ക് എന്താണ്? തക്രീർ ഒരു തക്രീറേ വരാൻ പാടുള്ളൂ. അങ്ങനെ കുറേ നമ്മൾ കുറേ ഓവറാക്കിയിട്ട് പറയാൻ പാടില്ല. തക്രീർ കുറച്ചിട്ട് അങ്ങനെയും പറയരുത്, അങ്ങനെ ഭയങ്കര അങ്ങനെയും പറയരുത്. ഒരൊറ്റ റോളിങ്. ഓക്കെ, റോ. ഓക്കെ, അപ്പം അതായിരുന്നു റോൻ്റെ തക്രീർ. അത് റോളിങ് ഓഫ് ദ ടങ്ക്, ആവർത്തിക്കൽ. ഇനി അടുത്തത് തഫഷി പറഞ്ഞാൽ എന്താണ്? വ്യാപിക്കൽ. തഫഷിൻ്റെ അക്ഷരം ഏതാണ്? ഒറ്റ അക്ഷരമുള്ളൂ, ഷീൻ. ഓക്കെ, അപ്പോൾ എന്താണ്? ഷീൻ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ ശബ്ദവും ശ്വാസവും വായയിലൂടെ നീളം പരക്കുന്നതിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അഷ് എന്ന് പറയുമ്പോൾ ഷീനിന് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? കാറ്റും ശബ്ദവും വായയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്പ്രെഡിങ് ആണ്, വ്യാപിക്കലാണ് തഫഷി പറഞ്ഞാൽ. ഓക്കെ, ഷീനാണ് അക്ഷരം. അഷ് പറഞ്ഞു നോക്കാം. അഷ് നമ്മളെ വായൻ്റെ ഉള്ളിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. എന്തൊക്കെ? 2 സംഗതികൾ. ഒന്ന് വായു, ശ്വാസം. രണ്ടാമത്തത് ശബ്ദം. അപ്പോൾ അതാണ് തഫഷി. ഇനി ഏഴാമത്തത് അൽ ഇസ്തിത്തോലൻ്റെ അക്ഷരം ഏതാണ്? ഒറ്റ അക്ഷരമുള്ളൂ, ദോദ്. ഓക്കെ, ഇസ്തിത്തോല പറഞ്ഞാൽ എന്താണ്? ദീർഘിക്കൽ, ലെങ്തനിങ് ഓഫ് ദ മഖ്റജ്. ഓക്കെ, ദീർഘിക്കൽ. ദോദ് എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോഴുള്ള നാവിൻ്റെ മുന്നോട്ടുള്ള ചലനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മുൻനിര പല്ലുകളുടെ കടഭാഗത്ത് തട്ടുന്നത് വരെ നാവ് മുന്നോട്ട് നീളുന്നു. ബോധ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ പിൻഭാഗത്തുണ്ടാവുന്ന വായുവിൻ്റെ സമ്മർദ്ദം കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ ബോധ നമുക്കറിയാലോ, എത്തുബാക്ക് ലെറ്ററാണ്. അപ്പോൾ എന്താ ഇത്തുബാക്ക് എന്ന് പറയുമ്പോൾ നാവിൻ്റെയും മേലെ നാവിൻ്റെ അത് ഹനക്കുൽ ആലൻ്റെ അടുക്ക് എന്താണ് സൗണ്ട് നല്ല കംപ്രസ്ഡ് ആയിട്ട് നല്ല പ്രഷറൈസ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഫോഴ്സിൽ നാവിൻ്റെ അറ്റം കുറച്ച് മുന്നിലേക്ക് നീങ്ങും. ബോ ആ ഇത്തുബാക്കിൻ്റെ ഒരു ഫോഴ്സിൽ. അപ്പം ആ ഒരു മഖ്റജ് ആ ഒരു നീങ്ങണതിനാണ് പിന്നെ ഇസ്തിത്തോല പറയുന്നത്. ബോദിൻ്റെ മഖ്റജ് ഏതാണ്? അഖ്സ ഹാഫ അല്ലേ? അഖ്സ ഹാഫത്തുൽ ലിസാനാണ് ബോദിൻ്റെ മഖ്റജ്. അതിന് ഹാഫത്തുൽ ലിസാന് മുകളിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം അതിന് ഹാഫ കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ നീങ്ങിപ്പോ ബോധ ഉച്ചരിക്കുമ്പോൾ. കാരണം ആ ഒരു സൗണ്ടിൻ്റെ ഒരു പ്രഷറുണ്ട്. ബോ അപ്പോൾ ആ ഒരു നീങ്ങലാണ്, ലെങ്തനിങ് ഓഫ് ദ മഖ്റജ്. ആ ഒരു മഖ്റജ് നീങ്ങണതാണ് അൽ ഇസ്തിത്തോല എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരക്ഷരം ബോധ്, ആകെ ഒറ്റ അക്ഷരമുള്ളൂ ബോധിൻ്റെ മാത്രം സിഫാണ്, പ്രത്യേകത ആണത്. ഓക്കെ, നെക്സ്റ്റ് എട്ടാമത്തെ ലാസ്റ്റ് സിഫ അൽ ഗുന്ന, മണിക്കൽ. ഓക്കെ, നാസലൈസേഷൻ സൗണ്ട്. നൂന് മീമ് എന്നീ അക്ഷരങ്ങളുടെ എല്ലാ അവസ്ഥകളിലും ഹറക്ക ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കാണുന്ന
ആവശ്യാനുസരണം നീളം കൂട്ടാനും കുറക്കാനും പറ്റുന്ന ഒരു ഉച്ചാരണ സ്വഭാവമാണിത്. നൂനും മീമും അതിൻ്റെ മഹ്റജ് ഏതാണ്? ഹൈഷൂം. രണ്ടിനും കോമൺ ആയിട്ട് എന്താണ്? ഹൈഷൂം അല്ലേ? തരിമൂക്കിന്ന് വരുന്ന അക്ഷരങ്ങളാണ് നൂനും മീമും. നൂനിൻ്റെ മഹ്റജ് ഏതാണ്? തൊർഫുല്ലിസാനും ഹൈഷൂമും. മീമിൻ്റെ മഹ്റജ് ഏതാണ്? ഷഫത്താനും ഹൈഷൂമും. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന ഏതാണ്? ഹൈഷൂം അല്ലേ? അപ്പോൾ ഈ തരിമൂക്കിന്ന് വരുന്ന അക്ഷരങ്ങളായതുകൊണ്ട് ഇവ നമ്മൾ മണിക്കുന്നുണ്ട്, ഉന്ന കൊടുക്കുന്നുണ്ട് അല്ലേ? ചിലപ്പോൾ നന്നായിട്ട് ഉന്ന കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഷദ്ദ, മീം മുഷദ്ദത, നൂൻ മുഷദ്ദത ഒക്കെ വന്നാൽ നമ്മൾ നന്നായിട്ട് ഉന്ന കൊടുക്കും, ഉന്നൻ്റെ ടൈം കൂടും. ഓക്കെ. അപ്പോൾ ഈ നൂനിൻ്റെയും മീമിൻ്റെയും മാത്രം സ്വഭാവമാണ് ഉന്ന എന്നുള്ളത്, മണിക്കൽ എന്നുള്ളത്. ഇൻഷാ അല്ലാ. അപ്പം അക്ഷരങ്ങൾ ഏതാണ്? നൂന് മീം. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഓപ്പോസിറ്റ്സ് ഇല്ലാത്ത സിഫകൾ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.